ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അതായത് നമ്മുടെ 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഹാഫ് ഇയർലി എക്സാം ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. നമ്മൾ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ പാഠഭാഗങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ എക്സാമിന് ആവശ്യമുള്ള എല്ലാ പാഠത്തിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അടിസ്ഥാന ശാസ്ത്രത്തിൽ എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരിക എന്ന് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകാം. 2 മണിക്കൂർ എക്സാം ആയിരിക്കും. നിങ്ങൾക്ക് അറിയാലോ, ആദ്യത്തെ 15 മിനിറ്റ് എന്തിനാണ്? കൂൾ ഓഫ് ടൈം, അതായത് നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ് അല്ലേ. അപ്പോൾ ആദ്യം നന്നായി വായിച്ചു നോക്കുക, ചോദ്യങ്ങളെല്ലാം നന്നായി വായിച്ചു നോക്കുക. എളുപ്പം അറിയുന്ന ചോദ്യങ്ങൾക്ക് ആദ്യം തന്നെ ഉത്തരം എഴുതാൻ തയ്യാറാവുക. അതല്ലാതെ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വായിച്ച് വെറുതെ സമയം കളയരുത്. അത് എന്ത് ചെയ്യുക, എളുപ്പമുള്ള ചോദ്യങ്ങൾ ആദ്യം എഴുതിയതിനു ശേഷം ടഫ് ക്വസ്റ്റ്യൻസിലോട്ട് പോവുക. മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. നമുക്കിവിടെ ആകെ 7 പ്രവർത്തനങ്ങളാണ് ഉള്ളത് അല്ലേ. ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം കേട്ടോ. പ്രവർത്തനം 1 അല്ലെ ABC 3 സെക്ഷൻ ഉണ്ട്. A പാർട്ട്, മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം. നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, വിത്തിന്റെ നമ്മൾ പാഠത്തിൽ നമ്മൾ പഠിച്ചിരുന്നു എന്താണ് വിത്ത് വിതരണം എന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. വിത്ത് വിതരണത്തിനുള്ള വിവിധ മാർഗങ്ങൾ ഏതെല്ലാം, എങ്ങനെയൊക്കെ നമുക്ക് വിത്ത് വിതരണം നടത്താൻ സാധിക്കും. അതായത് ജന്തുക്കൾ വഴി അല്ലേ. ഇപ്പോൾ ഒരു അണ്ണാൻ ഒരു മാങ്ങ കടിച്ചുകൊണ്ട് പോയി, അതെടുത്തിട്ട് അത് എവിടെയാണ് കൊണ്ടുപോയിട്ട് ആ മാങ്ങയുടെ സീഡ് വിത്തിടുന്നത്, അവിടെ പുതിയൊരു മരം ചെടി ഉണ്ടാവണം അല്ലേ. അപ്പൊ ജന്തുക്കൾ വഴി എന്ത് സംഭവിക്കുന്നു, വിത്ത് വിതരണം നടക്കുന്നു. പിന്നെ എങ്ങനെയൊക്കെ നടക്കാം? 3 പോയിന്റ്സ് എഴുതണേ. കാറ്റിലൂടെ അല്ലെ, നമ്മൾ അപ്പൂപ്പന്താടി പോലെ കാറ്റിലൂടെ വിത്ത് വിതരണം നടക്കും. പിന്നെ വെള്ളത്തിലൂടെ, പിന്നെ എന്താണ് പൊട്ടിത്തെറിച്ച് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? വെണ്ടയ്ക്ക അല്ലെ. വെണ്ടയ്ക്കയുടെ വിത്ത് എങ്ങനെയാണ്, അത് ചെടിയിൽ നിന്ന് ഉണങ്ങി ആ വെണ്ടന്റെ ഉള്ളിൽ നിന്ന് പൊട്ടി വിത്ത് തെറിച്ചു പോകുന്നു അല്ലെ, പൊട്ടിത്തെറിച്ച്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വിത്ത് വിതരണം നടക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടഫ് ക്വസ്റ്റ്യൻ ആണോ? അല്ല. ഭാഗം ബി നോക്കാം. മുകളിൽ കൊടുത്തിരിക്കുന്ന ഫലങ്ങളിൽ വിത്ത് വിതരണത്തിന് സഹായകമായ അനുകൂല ഘടകങ്ങൾ ഏതെല്ലാം? എന്തൊക്കെയാണ് വിത്ത് വിതരണത്തിന് സഹായകമായ അനുകൂല ഘടകങ്ങൾ? ഫ്രൂട്ട്സിന് ഏതൊക്കെയാ? മാംസളമായ ഭാഗങ്ങള്, ആകർഷകമായ നിറം, മധുരം, മണം അല്ലെ. അടുത്ത സി പാർട്ട്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന സസ്യം ഏത്? നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. ഏതാണ്? വെണ്ടയാണോ, പേരയാണോ, അപ്പൂപ്പന്താടിയാണോ, തക്കാളിയാണോ? ഏതാ? വെണ്ട. നമ്മളിവിടെ ടിക്ക് പേരയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആക്ച്വലി വെണ്ടയിലാണ് നമ്മൾ ടിക്ക് ചെയ്തത്. ടിക്ക് മാർക്ക് അതിൽ വന്നേ ഉള്ളൂ കേട്ടോ. കറക്റ്റായി നിങ്ങൾ ടിക്ക് ചെയ്യുക. പേരയല്ല, ഇതല്ല കേട്ടോ, വെണ്ടയാണ് ഉത്തരം. അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനം. അപ്പൊ ഒന്നാമത്തെ പ്രവർത്തനത്തിൽ നമുക്ക് വളരെ ടഫ് എന്ന് പറയാനുള്ള ഏതെങ്കിലും ചോദ്യം ഉണ്ടോ? ഇല്ല. നമ്മൾ പാഠം വൃത്തിയായി പഠിച്ച ആർക്കും ഒരു 5 മിനിറ്റ് പോലും തികച്ചു വേണ്ട, അത്രയും വേഗത്തിൽ നമുക്ക് എഴുതാവുന്ന ചോദ്യങ്ങളായിരുന്നു ഒന്നാമത്തെ പ്രവർത്തനത്തിൽ നമ്മൾ കണ്ടത്. രണ്ടാമത്തെ പ്രവർത്തനം, വിത്ത്, അതിൽ എ പാർട്ട്, വിത്ത് മുളയ്ക്കലുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിനുള്ള ചില സാമഗ്രികൾ താഴെ കൊടുത്തിരിക്കുന്നു. സ്റ്റീൽ ഗ്ലാസ്, പയർ. വിത്ത് മുളയ്ക്കുന്നതിന് പ്രകാശം ആവശ്യമാണോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരീക്ഷണ സാമഗ്രികളും പരീക്ഷ രീതിയും എഴുതുക. അപ്പൊ നമ്മൾ വിത്തുമായി ബന്ധപ്പെട്ട പാഠത്തിൽ നമ്മൾ പഠിച്ചിരുന്നു വിത്ത് മുളച്ചു വരാൻ എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമാണ്. അത് നമ്മൾ പരീക്ഷണ കുറിപ്പുണ്ടാക്കി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പരീക്ഷ കുറിപ്പോട് കൂടി നമ്മൾ ക്ലാസ് ഉണ്ട്. അതിലൊരു പരീക്ഷണമായിരുന്നു സൂര്യപ്രകാശം ആവശ്യമാണോ അല്ലയോ. നമ്മൾ പരീക്ഷണം ചെയ്തു നോക്കിയിട്ടായിരുന്നു അല്ലെ, എന്നൊരു പരീക്ഷ കുറിപ്പൊക്കെ എഴുതിയില്ലേ. അപ്പൊ ആ പരീക്ഷ കുറിപ്പിലെ ഏതൊക്കെയാണ് എഴുതാൻ പറയണത്? അതെ, പരീക്ഷണത്തിന് ആവശ്യമായ സാമഗ്രികളും എഴുതണം, പരീക്ഷണ രീതിയുമാണ് എഴുതാൻ പറയണത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മൊത്തം പരീക്ഷണ കുറിപ്പ് മൊത്തത്തിൽ എഴുതാൻ അറിയാമെങ്കിൽ എഴുതിക്കോളൂ, നല്ല കാര്യം തന്നെയാണ്. അതല്ലാത്തവർ എന്ത് ചെയ്യുക, നിർബന്ധമായും പരീക്ഷണ സാമഗ്രികളും അത് ചെയ്യേണ്ട പരീക്ഷണ രീതിയും നിർബന്ധമായും ഈ ചോദ്യത്തിൽ എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ പരീക്ഷ കുറിപ്പായിട്ട് ഞാൻ ഇവിടെ ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ സാമഗ്രികളാണ് വേണ്ടത്? അതെ, സ്റ്റീൽ ഗ്ലാസ്, പയർ, മണ്ണ്, വെള്ളം, കറുത്ത കാർഡ്ബോർഡ്. നോക്കൂ, ലക്ഷ്യം എന്താ? വിത്ത് മുളയ്ക്കുന്നതിന് സൂര്യപ്രകാശം ആവശ്യമാണ് എന്ന് കണ്ടെത്തുക. ആവശ്യമായ സാമഗ്രികൾ സ്റ്റീൽ ഗ്ലാസ്, മണ്ണ്, വെള്ളം, പയർ വിത്തുകൾ, കറുത്ത കാർഡ്ബോർഡ്. പരീക്ഷണ രീതി, ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ കുറച്ച് മണ്ണെടുക്കുക, ഏതാനും പയർ വിത്തുകൾ ഇട്ട ശേഷം അല്പം വെള്ളം ഒഴിക്കുക, സൂര്യപ്രകാശം കടക്കാത്ത രീതിയിൽ കാർഡ്ബോർഡ് ഉപയോഗിച്ച് ഗ്ലാസ് മൂടുക. നിരീക്ഷണം, വിത്തുകൾ മുളയ്ക്കും അല്ലെ, തീർച്ചയായിട്ടും മുളയ്ക്കും. വിത്തിന് ലഭിക്കുന്ന ഘടകം വായു, ജലം, മണ്ണ്. വിത്തിന് ലഭിക്കാത്ത ഘടകം സൂര്യപ്രകാശം. ഇന്ന് കിട്ടുന്ന നിഗമനം, വിത്ത് മുളയ്ക്കുന്നതിന് സൂര്യപ്രകാശം ആവശ്യമില്ല. അപ്പൊ നിർബന്ധമായും നിങ്ങൾക്ക് ഇത്രയും എഴുതാൻ അറിയാത്ത ആൾക്കാരാണെങ്കിലും എന്തെഴുതണം? പരീക്ഷണ സാമഗ്രികളും പരീക്ഷണ രീതിയും നിർബന്ധമായും എഴുതിയിരിക്കണം. മനസ്സിലായല്ലോ. അപ്പൊ രണ്ടാമത്തെ പ്രവർത്തനത്തിന്റെ എ പാർട്ടായിരുന്നു. ബി പാർട്ട് നോക്കാം. വിത്ത് മുളച്ച ഇല ഉണ്ടാകുന്നത് വരെ ശ്രദ്ധിക്കുക, ചോദ്യം ശ്രദ്ധിക്കുക. വിത്ത് മുളച്ചുടനെ ഇല ഉണ്ടാവുമോ? ഇല്ല അല്ലെ.
വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണെന്നാണ് ചോദ്യം. എവിടെ നിന്നാണ്? ബീജപത്രം അല്ലേ? അടുത്ത സി പാർട്ട്. താഴെ പറയുന്നവയിൽ വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ്? ബീജമൂലം, ബീജപത്രം, ബീജശീർഷം, വേര്. ഏതാണ്? ബീജമൂലം. പലരും വേരെന്ന് എഴുതും, അങ്ങനെ ചെയ്യരുത്. കാരണം ബീജമൂലം വളർന്നിട്ടാണ് എന്തായി മാറുന്നത്? വേരായിട്ട് മാറുന്നത് അല്ലേ? ബീജമൂലമാണ് ആദ്യം പുറത്തു വരുന്ന ഭാഗം. അടുത്ത മൂന്നാമത്തെ പ്രവർത്തനത്തിൽ നമുക്ക് ഇവിടെ എന്തിന്റെ ചിത്രം കൊടുത്തിരിക്കുന്നത്? ആഹാര ശൃംഖലയുടെ ചിത്രം കൊടുത്തിരിക്കുന്നത് അല്ലേ? മുകളിൽ കൊടുത്തിരിക്കുന്ന ആഹാര ശൃംഖല ജാലത്തിൽ കുറുക്കന്റെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറുക്കന്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കൻ ആഹാരമായി കഴിക്കുന്ന ജീവികളുടെ എണ്ണം കൂടും. അവ ആഹാരമായി കഴിക്കുന്നത് എന്താണോ അതിന്റെ എണ്ണം കുറയും അല്ലേ? കുറുക്കന്റെ എണ്ണം കുറഞ്ഞാൽ കോഴിയുടെയും അണ്ണാന്റെയും എണ്ണം കൂടും. കാരണം ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? കുറുക്കൻ ആഹാരമാക്കുന്നത് ആരാ? കോഴിയും അണ്ണാനെയാണ് അല്ലെ? ഇത് കോഴിയും അണ്ണാനും ആഹാരമാക്കുന്ന ജീവികളുടെയും സസ്യങ്ങളുടെയും എണ്ണം കുറയാൻ കാരണമാകുന്നു. ഇത് ആവാസ വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കും. അടുത്തത് ബി പാർട്ട്. സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയവുമായി ബന്ധപ്പെട്ട ചിത്രീകരണത്തിൽ വിട്ടുപോയ വാതകങ്ങളുടെ പേരെഴുതുക. അപ്പൊ നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്താണെന്നും ശ്വസനം എന്താണെന്നും പഠിച്ചിരുന്നു. അവിടെ ഏതൊക്കെ വാതക വിനിമയമാണ് നടക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ അറിയില്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കാണുക കേട്ടോ. നമ്മളെല്ലാ അടിസ്ഥാന ശാസ്ത്രത്തിന്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ക്ലാസ്സുകളും കാണും. അപ്പൊ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ചെടികൾ ആരോ ശ്രദ്ധിക്കുക. അത് നോക്കുക, ഈ ആരോ ഉള്ളിലോട്ടാണ്, ചെടികളുടെ ഉള്ളിലോട്ട്. അതായത് ചെടി വലിച്ചെടുക്കുന്നത്, സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത് ഏത് വാതകമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് രാവിലെയാണോ രാത്രിയാണോ? അല്ലെ, രാവിലെയാണ് അല്ലെ? കാരണം പ്രകാശ സംശ്ലേഷണം നടക്കാൻ ചെടികൾക്ക് എന്ത് ആവശ്യമാണ്? സൂര്യപ്രകാശം ആവശ്യമാണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു, എന്ത് പുറന്തള്ളുന്നു? ഓക്സിജൻ. അതേസമയം ശ്വസനം നടക്കുന്നതോ രാത്രിയിലാണ് അല്ലെ? ശ്വസനം നടക്കുന്ന സമയത്ത് ഈ ആരോ മാഞ്ഞു പോയിരിക്കുകയാണ്. ഈ ആരോ എന്താണ്? ഉള്ളിലോട്ട് തന്നെയാണ്. അതായത് ഓക്സിജനെ വലിച്ചെടുത്തിട്ട് എന്ത് പുറന്തള്ളുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. അടുത്ത സി പാർട്ട്. ചുവന്ന ചീരയ്ക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത്? അപ്പൊ നമ്മൾ വർണ്ണകം പഠിച്ചിരുന്നതാണ് അല്ലെ? അതായത് ചെടികൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണകം ഏതാണോ പഠിച്ചിരുന്നത്? ഏതാ പഠിച്ചത്? കരോട്ടിൻ ആണോ ഹരിതകമാണോ? ഏതാണ്? ഹരിതകം. അതേപോലെ നമ്മുടെ ചുവന്ന ചീര കണ്ടിട്ടുണ്ടല്ലോ അല്ലെ നിങ്ങള്? ചുവന്ന ചീരയ്ക്ക് ചുവപ്പ് നിറം കൊടുക്കുന്നത് ഏത് വർണ്ണകമാണെന്നാണ് ചോദ്യം. ഏതാണ്? അതെ, ഏതാ? ആന്തോസയാനിൻ. ഓക്കെ. അടുത്തത് അതേപോലെ ഇവിടെ ബാക്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? സാന്തോഫിന് ഏത് നിറം കൊടുക്കുക? ഓറഞ്ച് ആണോ മഞ്ഞയാണോ? മഞ്ഞ. ഹരിതകം പച്ച. കരോട്ടിൻ ഓറഞ്ച്. അടുത്ത നാലാമത്തെ പ്രവർത്തനം. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കുക. ജലത്തിന്റെ സവിശേഷതകളാണ് എഴുതേണ്ടത്. താപം വഹിക്കുന്നു. പിന്നെ എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? ജലത്തിന്റെ സവിശേഷത. ബാഷ്പീകരിക്കുന്നതിനുള്ള കഴിവ്. പിന്നെ എന്തെഴുതാം? വിധാനം പാലിക്കുന്നു. സാർവിക ലായകമാണ് അല്ലെ? സാർവിക ലായകം എന്ന് പറയുന്നത് എന്താണ്? ജലം, വെള്ളം അല്ലെ? അടുത്ത ബി പാർട്ട്. മാതൃക പോലെ കളങ്ങൾ പൂർത്തിയാക്കുക. പദാർത്ഥമുണ്ട്, അവസ്ഥയുണ്ട്. ജലം എന്ന് പറയുന്നത് ഏത് അവസ്ഥയാണ്? ദ്രാവകമാണോ വാതകമാണോ അതോ ഖരമാണോ? ജലം ദ്രാവകം. ഐസ് ഖരം. വാതകം എന്ന് പറയുന്നത് എന്താ? നീരാവിയാണ് കേട്ടോ. അപ്പൊ നമ്മള് ജലത്തിന്റെ 3 പദാർത്ഥം, അതായത് വെള്ളത്തിന്റെ 3 പദാർത്ഥമാണ് ജലം, ഐസ്, നീരാവി. അവസ്ഥ എന്തൊക്കെയാണ്? ദ്രാവകം, ഖരം, വാതകം. അടുത്ത സി പാർട്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മഴവെള്ള സംഭരണ മാർഗം അല്ലാത്തത് ഏത്? ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക. മഴവെള്ള സംഭരണ മാർഗം അല്ലാത്തത് ഏത്? കയ്യാല നിർമ്മിക്കുക, തടയണ കെട്ടുക, കിണർ റീചാർജിങ് നടത്തുക. പിന്നെ ഏതാ? മുറ്റം കോൺക്രീറ്റ് ചെയ്യുക. ഏതാണ്? മുറ്റം കോൺക്രീറ്റ് ചെയ്യുക. അഞ്ചാമത്തെ പ്രവർത്തനം. വേരുകളുടെ സവിശേഷതകൾ മനസ്സിലാക്കാനായി ഒരു കുട്ടി കണ്ടെത്തിയ സസ്യങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയെ അനുയോജ്യമായ രീതിയിൽ കൂട്ടങ്ങളാക്കുക. അപ്പൊ കൂട്ടങ്ങളാക്കുമ്പോൾ, അതായത് ഗ്രൂപ്പ് ആക്കുമ്പോൾ നമുക്കൊരു ഹെഡിങ് വേണം അല്ലെ? അപ്പൊ നമുക്ക് വേരിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടങ്ങളാക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ 2 തരത്തിലുള്ള വേരുകൾ നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയാണ് 2 തരത്തിലുള്ള വേരുകൾ? ഏതൊക്കെയാ? താവേരു പടലം, നാരുവേരു പടലം. പഠിച്ചിരുന്നോ നിങ്ങള്? പഠിച്ചിട്ടില്ലെങ്കിൽ വേഗം പഠിച്ചോളൂ കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ അത് എന്താന്നൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു. ക്ലാസ് കണ്ടു നോക്കുക കേട്ടോ, അറിയില്ലെങ്കിൽ. തായ്വേരു പടലം, നാരുവേരു പടലം. അപ്പൊ തായ്വേര് നമുക്ക് ഇവിടെ തന്ന ചെടികൾ ഏതൊക്കെയാണ്? ഈ ചെടികളിൽ ഏതൊക്കെയാണ് തായ്വേരു പടലം, ഏതൊക്കെയാണ് നാരുവേരു പടലം എന്ന് ക്ലാസിഫൈ ചെയ്യുക, തരം തിരിച്ചെഴുതുക കേട്ടോ. മാവും പ്ലാവും പേരയും തായ്വേര് പടലത്തിൽ വരും. തെങ്ങ്, പുല്ല്, നെല്ല്, മുള നാരുവേര് പടലം വരും. എന്താണ് തായ്വേര് പടലം, എന്താണ് നാരുവേര് പടലം എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് കണ്ടിട്ട് വരിക. അടുത്തത് ബി പാർട്ട്. ഓരോ കൂട്ടത്തിലും ഉൾപ്പെട്ട സസ്യങ്ങളിലെ ഇലകളുടെ സവിശേഷത എഴുതുക. നമ്മളിപ്പോൾ 2 തരത്തിലുള്ള കൂട്ടങ്ങൾ പഠിച്ചു. തായ്വേര് പടലം, നാരുവേര് പടലം. ഇനി ഈ കൂട്ടങ്ങളിൽ വരുന്ന ഇലകളുടെ സവിശേഷതയാണ് എഴുതേണ്ടത്. അപ്പൊ തായ്വേര് പടലമാണെങ്കിൽ എങ്ങനെയുള്ള സസ്യങ്ങളായിരിക്കും? ജാലിക, സിര, വിന്യാസ
വിന്യാസമായിരിക്കും, ജാലികാസ്ഥിര വിന്യാസമായിരിക്കും. എന്താണ് ജാലികാസ്ഥിര വിന്യാസം എന്ന് വെച്ചാൽ ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിരയും അതിൽ നിന്നും പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകളും പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നതാണ് ജാലികാസ്ഥിര വിന്യാസം. അടുത്തത് നാലുപേര് പടലമാണെങ്കിൽ സമാന്തര സ്ഥിര വിന്യാസമായിരിക്കും. എന്ന് വെച്ചാൽ ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിയിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്ത് എത്തി യോജിക്കുന്നതാണ് സമാന്തര സ്ഥിര വിന്യാസം. മനസ്സിലായോ? അടുത്തത് സി പാർട്ട്. മുകളിൽ സൂചിപ്പിച്ച തരത്തിൽ വേരും ഇലയും തമ്മിൽ ബന്ധം കാണിക്കാത്ത സസ്യ ജോഡികൾ ഏതാണ്? ചേമ്പും ചേനയും. അടുത്തത് ആറാമത്തെ പാർട്ടാണ് ചിത്രീകരണം നിരീക്ഷിക്കൂ. അപ്പൊ എന്താണ് നമ്മളിവിടെ ചിത്രത്തിൽ കാണുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ചോദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിയർ അല്ല, ഞാൻ വായിക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ആകാശഗോളങ്ങളുടെ കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. 2 എണ്ണം കൂടി എഴുതുക. സൂര്യനാണ് കേന്ദ്രം ഒന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തത് ആകാശഗോളങ്ങൾ സൂര്യന് ചുറ്റുന്ന സഞ്ചാരപാതയാണ് പരിക്രമണപാത, അല്ലെ? പരിക്രമണപഥം എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് ഇതുപോലെ രണ്ടെണ്ണം കൂടി എഴുതണം. എന്തെഴുതാം? സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളുണ്ട്. ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 സ്റ്റേറ്റ്മെന്റ് എഴുതാം കേട്ടോ ഇവിടെ. അത് ബി പാർട്ട്. കൃത്രിമ ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കുക. ഇൻസാറ്റ് എന്തിനാണ്? വാർത്താവിനിമയം. എജുസാറ്റ് എന്തിനാണ്? വിദ്യാഭ്യാസം. പിന്നെ പ്രതിരോധത്തിന് എമിസാറ്റ്. വേറെ ഒന്നും കൂടി ഉണ്ട്, ഏതെങ്കിലും എഴുതാം. നമ്മളിവിടെ എമിസാറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. സി പാർട്ട്. ഈ നക്ഷത്ര ഗണത്തിന്റെ പേരെന്ത്? സപ്തർഷി, വേട്ടക്കാരൻ, കശ്യപി, എയ്രീസ്. ഏതാ? വേട്ടക്കാരൻ, അല്ലെ? അടുത്തത് 7ാമത്തെ പ്രവർത്തനം, ലാസ്റ്റ് പ്രവർത്തനമാണ്. താഴെ നൽകിയിരുന്ന സന്ദർഭങ്ങൾ ശ്രദ്ധിക്കൂ. നാരങ്ങ വെള്ളത്തിൽ പൊടിയുപ്പ് ചേർക്കുന്നു. അടുത്തത് നാരങ്ങ വെള്ളത്തിൽ കല്ലുപ്പ്, അതായത് പരലുപ്പ് ചേർക്കുന്നു. ഈ 2 സന്ദർഭങ്ങളിൽ ഏതിലാണ് വേഗത്തിൽ ഉപ്പ് അലിഞ്ഞു ചേരുന്നത്, എന്തുകൊണ്ട് എന്നാണ് ഒന്നാമത്തെ എ പാർട്ട്. ഏതാ? സന്ദർഭം 1 കല്ലുപ്പിനെ അപേക്ഷിച്ച് പൊടിയുപ്പിന് വലുപ്പം കുറവായതിനാൽ. ബി പാർട്ട്. വസ്തുക്കളുടെ ലയനവേഗതയെ സ്വാധീനിക്കുന്ന മറ്റു 2 ഘടകങ്ങൾ ഏതെല്ലാം? ലായകത്തിന്റെ ചലനവേഗം, താപനില. സി പാർട്ട്. താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. ജലം ചൂടാക്കുമ്പോൾ എന്താവുന്നു? നീരാവി ആവുന്നു. ജലം തണുപ്പിക്കുമ്പോൾ ഐസ് ആവുന്നു, അല്ലേ? അപ്പൊ നമ്മൾ 7 പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ചോദ്യങ്ങളായിരിക്കും നമുക്ക് എക്സാമിന് വരിക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് വരെയാണോ എക്സാം ചോദ്യങ്ങൾ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് ആ പോർഷൻ വരെ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക. ഒരുപാട് ടഫായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എക്സാമിന് വരിക. അപ്പൊ ചോദ്യങ്ങൾ വൃത്തിയായിട്ട് വായിച്ചു നോക്കിയിട്ട് ഉത്തരം എഴുതുക കേട്ടോ. അപ്പൊ എല്ലാവരും വൃത്തിയായിട്ട് തന്നെ എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമ്മൾ എക്സാം കഴിഞ്ഞതിന് ശേഷം ചോദ്യപേപ്പർ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിന് ഉത്തരങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. നമ്മുടെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. താങ്ക്